നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക ചാമ്പ്യന്മാരാണ് അർജൻറ്റീന. പക്ഷേ അവിടുത്തെ ലീഗിൽ നടന്ന സംഭവം അത്ര അഭിമാനകരമായ ഒന്നല്ല. അവിടുത്തെ അർജൻറ്റീൻ പ്രീമിയർ ഡിവിഷൻ, ടോപ്പ് ഡിവിഷൻ ലീഗാണ്. ഇന്നലെ നടന്ന മത്സരം ഗൊഡോയ് ക്രൂസും ടെല്ലറസ് കൊഡോബയും തമ്മിലുള്ള മത്സരം ലൈൻസ്മാനെ ആക്രമിച്ചതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു. ആദ്യ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം ഉണ്ടാകുന്നത്. രണ്ടാം പകുതിക്ക് തൊട്ട് മുമ്പായിട്ടാണ് പ്രശ്നമുണ്ടായത്. കളി നടത്താൻ പറ്റില്ല എന്ന് റഫറി ശക്തമായ നിലപാടെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ ഗോൾ രഹിതമായിട്ട് നിൽക്കുന്ന മത്സരം ഇനി എന്ത് എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലി തീരുമാനിച്ചിട്ടില്ല. സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഈ ഒരു മത്സരത്തിൽ രണ്ട് ടീമും ഗോൾ രഹിതമായിട്ട് നിന്നു. ആദ്യ പകുതിയിൽ ഗോളടിച്ചിരുന്നു ഗൊഡോയ് ക്രൂസിൻ്റെ മൈതാനത്താണ് കളി. തിങ്ങി നിറഞ്ഞിരുന്ന ആരാധകർ അവരുടെ ടീമിൻ്റെ ആരാധകരാണ്. സോ ആദ്യ പകുതിയിൽ അവർ ഗോളടിച്ചിരുന്നെങ്കിലും ലൈൻസ്മാൻ അത് ഓഫ് സൈഡ് ആണെന്ന് വിധിച്ചു. അങ്ങനെ ആ ഗോൾ ഡിസലവ് ചെയ്തിരുന്നു. അതിൽ ആരാധകർക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാവണം രണ്ടാം പകുതിയിൽ കളി നടത്തുന്നതിന് വേണ്ടി റഫറിമാർ തിരികെ കളത്തിലേക്ക് എത്തുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. ആരാധകരുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു ഇരുമ്പ് പൈപ്പ് പോലെയുള്ള സാധനം കൊണ്ട് അദ്ദേഹത്തെ എറിയുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് അത് കൊള്ളുന്നു, കട്ടുവരുന്നു, ചോര ഒലിക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരെ മെയിൻ റഫറിയെ വിവരം അറിയിക്കുന്നു. ഉടൻ തന്നെ റഫറിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് നേരത്തെ സംഭവവികാസങ്ങൾക്ക് ശേഷം രണ്ട് ടീമിൻ്റെയും ക്യാപ്റ്റന്മാരെ വിളിച്ച് മെയിൻ റഫറി കാര്യം പറഞ്ഞു. ഇങ്ങനെ കളി നടത്താൻ പറ്റില്ല. ലൈൻസ്മാൻ ഡിയേഗോ മാർട്ടിന് പരിക്കേറ്റു. അതിനെ തുടർന്ന് മെയിൻ റഫറി ആയിട്ടുള്ള എൽ ഫാൽക്കൺ പെരസ് തീരുമാനമെടുത്തു, കളി നടത്താൻ പറ്റില്ല, ഞങ്ങളെ ആരെയെങ്കിലും ആക്രമിച്ചുകൊണ്ട് കളി നടക്കില്ല. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ കളി സസ്പെൻഡ് ചെയ്യുകയാണ്, കാരണം ഇവിടെ റഫറിക്ക് ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ഇത് വെറുമൊരു ഇഞ്ചുറിയല്ല, ഇത് അസൽട്ടാണ്. അതുകൊണ്ട് തന്നെ കളി തുടരാൻ പറ്റില്ല. ഞങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ട്, റഫറിമാരെ ആക്രമിച്ചുകൊണ്ട് ഒരു സ്പോർട്ടിംഗ് ഇവൻറ്റും നടക്കാൻ പറ്റില്ല. ഇത് 2025 ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കടുത്ത നിലപാടെടുത്തു റഫറി. അങ്ങനെ പിന്നെ കളി രണ്ടാം പകുതി നടത്താതെ സസ്പെൻഡ് ചെയ്യപ്പെടുകയായിരുന്നു. എന്തായാലും പ്രശ്നം വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. അവരുടെ പ്രസിഡൻറ്റ് പറഞ്ഞത് ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്, അതായത് ഒറ്റപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങളിതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് എന്നാണ് ഗൊഡോയ് ക്രൂസിൻ്റെ പ്രസിഡൻ്റൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സംഭവമായി പോയി. ഇവിടെ കളി നടക്കേണ്ടതായിരുന്നു, പക്ഷേ ആരാധകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് തെറ്റായിട്ടുള്ള ഒരു നീക്കമാണ്. സോ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, ഞങ്ങൾ ഒന്നിനെയും ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്താണ് ഇതിന് പുറകിൽ നടന്നത് എന്നുള്ളത് കണ്ടെത്തണം എന്ന് തന്നെ ഇപ്പോൾ ശക്തമായ ഭാഷയിൽ ഗൊഡോയ് ക്രൂസിൻ്റെ പ്രസിഡൻറ്റും പറയുന്നു. അതേസമയം എതിർ ടീമിൻ്റെ കോച്ച് ടെല്ലറസിൻ്റെ കോച്ച് പറഞ്ഞത്, ടെല്ലറസ് കൊഡോബോയുടെ കോച്ച് പറഞ്ഞത്, വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളിവിടെ കളിക്കാനാണ് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി റഫറിയെ അവർ ആക്രമിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കണ്ടീഷൻ ശരിയാണ്, കളിക്കാൻ പറ്റില്ല, ഞങ്ങളത് റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ പൂർണ്ണമായിട്ടും ഫുട്ബോളിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. എല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആളുകളുണ്ടാവും എല്ലാവരുടെയും കൂട്ടത്തിൽ. മൊത്തം ഗൊഡോയ് ക്രൂസ് ഫാൻസിനെ ഞങ്ങൾ എതിർക്കുകയല്ല, പക്ഷേ മോശം ഇൻറ്റൻഷനുമായിട്ട് വരുന്നവരുണ്ടാവും. ഏതൊരു ഫാൻ ബേസിലും ഇതുണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ എന്നാണ് ഇപ്പോൾ എതിർ ടീമിൻ്റെ കോച്ചും പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.